ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കോടനാട് എന്ന് പറയുന്ന സ്ഥലത്തെ അഭയാരണ്യം എന്ന് പറയുന്ന ഒരു സൂവിൻ്റെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആനയും മാവിനെയും മാനിനെയും ഒക്കെ അടുത്ത് കാണുവാൻ നമുക്ക് ഈ അഭയാരണ്യം എന്ന ഈ സ്ഥലത്ത് സാധിക്കും. ഒരു കാടിൻ്റെ വശ്യതയും സൗന്ദര്യവും ഒക്കെ നമുക്ക് ഇവിടെ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എറണാകുളത്ത് പോകുന്ന പലരും ഇവിടെ വന്നിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പം യാത്രകൾ ചെയ്യുന്നവരാണ്. എന്നാലും ലുലു മാൾ മാത്രമല്ല നമുക്ക് എറണാകുളത്ത് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം. അഭയാരണ്യം പോലുള്ള നമുക്ക് മനസ്സിൽ തട്ടി നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ നമുക്കിവിടെ ഉണ്ട്. ഒരു കാടിൻ്റെ സൗന്ദര്യവും ഒക്കെ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാളെ കണ്ടു. പീലാണ്ടി ചന്ദ്രു എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് 2017 തോന്നുന്നു ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ഏകദേശം 9 പേരെയോളം കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇന്നിവനെ വളരെ മര്യാദക്കാരനൊക്കെയായി ചട്ടമൊക്കെ പഠിച്ച് തൊട്ടടുത്ത് തന്നെ ഇവനെ കെട്ടി അല്ലെങ്കിൽ ചട്ടം പഠിപ്പിച്ച കൂടൊക്കെ ഇവിടെ കാണാം നമുക്ക്. ഇപ്പോൾ ചട്ടമൊക്കെ പഠിച്ച് വളരെ മര്യാദനാണ് ഇവനിവിടെ ജീവിക്കുന്നത്. പിന്നെ ഇവിടെ സന്ദർശിച്ചപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടൊന്ന് നമുക്ക് ലഭിച്ചത് ഇവിടുന്ന് ആനപ്പിണ്ടത്തിൽ നിന്നും ലഭിച്ച സമ്പുഷ്ടീകരിച്ച വളമാണ്. ഇവിടെ 1 കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് ഇവിടുന്ന് ഈടാക്കുന്നത്. നമുക്ക് അത്യാവശ്യം വീട്ടിലെ ചെടികൾക്ക് ഒക്കെ ഇടാം എന്നാണ് ഇവർ പറയുന്നത്. നമ്മളെന്തായാലും ഒരു 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചെടികൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എങ്ങനെ ഉണ്ടാവും, ചെടികൾക്ക് പൂവും കായും ഒക്കെ വരുമോ, വളർച്ച ഉണ്ടാവുമോ എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിൽ നമ്മളൊന്ന് 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള